നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചോദിക്കലും അതുപോലെ അതിൻ്റെ ചൂടിലൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പൂക്കാട്ട് ഡിവിഷനിൽ നിന്നും അതുപോലെ തന്നെ എടയൂർ പഞ്ചായത്തിലെ 16 വാർഡിലേക്കും വോട്ട് ചോദിക്കുകയാണ് ഈ ദമ്പതികൾ. നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പ മാസ്റ്ററും അതുപോലെ തന്നെ റംല ടീച്ചറും. എങ്ങനെയാണ് രണ്ടുപേരും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു സ്ഥാനാർത്ഥികളായിട്ട് വന്നത്? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? സ്ഥാനാർത്ഥികളായി വന്നത് യാദൃശ്ചികമാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ജയപരാജയങ്ങളുണ്ടാവുക എന്നതൊക്കെ തന്നെ ഈ ഞങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയും മുന്നണിയും കരുതുന്നത്. മാഷിപ്പോൾ റിട്ടയർഡാണ്, ഹെഡ് മാസ്റ്റർ ആയിരുന്നു. പക്ഷേ ടീച്ചർ സജീവമായിട്ട് ആദ്യം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. മാഷും അതുപോലെ സജീവമായിട്ട് ഉണ്ടായിരുന്നു, അതോ ഇപ്പോൾ വന്നതാണോ? ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. കുറേ മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. അത് തുടക്കം മുതൽ പറയുകയാണെങ്കിൽ, ഒരു രാഷ്ട്രീയ ചരിത്രം പറയുകയാണെങ്കിൽ 1987 ഞാനൊരു യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹിയൊക്കെ ആയിരുന്നു. തുടർന്ന് 1990 VP സിംഗ് എന്ന ഒരു നല്ല സോഷ്യലിസ്റ്റ് ഭരണാധികാരി ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ പിന്നാക്ക ജനവിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ആ ഒരു ഭരണാധികാരിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ ജനതാദൾ ആയി. പിന്നെ തുടർന്ന് ഇടതുപക്ഷ ധാരയിലാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 2013 മുതൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ് ഈ പാർട്ടി CPM എന്ന പാർട്ടിയിൽ. പക്ഷേ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ ഒരു പക്ഷേ അതും ഉണ്ടാവില്ല, ഇതുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത പുലർത്തുന്നതിൻ്റെ ഭാഗമായി പാർട്ടിയിൽ വലിയ തോതിൽ പ്രവർത്തിക്കാതെ എന്നാൽ പാർട്ടി അംഗത്വം സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊക്കെ ആവശ്യത്തിന് പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷം നല്ല ഒരു ഹാപ്പിയാണ്. നമ്മൾ ജനങ്ങൾക്ക് സേവ ചെയ്യാൻ, ജനസേവനം നടത്തുന്നതിന് ഒരു വേദി കൂടിയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ തിരഞ്ഞെടുത്തത് ഈ പാർട്ടിയുടെ വർഗ സംഘടനയായിട്ടുള്ള കർഷക സംഘം ഉണ്ട്. ഈ കർഷക സംഘം, ഞാനൊരു കർഷകനാണ്, കൃഷിയെ സ്നേഹിക്കുന്ന ആളാണ്, കർഷകരെ സ്നേഹിക്കുന്ന ആളാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെയൊക്കെ സംബന്ധിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും കർഷകരെ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കൂടി ജനങ്ങളെ മെച്ചപ്പെട്ട ഒരു ജീവിതം, ആ ജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ടീച്ചറോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു എടയൂർ പഞ്ചായത്തിലെ 16 വാർഡിലേക്കാണ് ജനവിധി തേടുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ ഇപ്പോൾ വോട്ട് ചോദിക്കാനൊക്കെ പോകുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ എങ്ങനെയുണ്ട്? നല്ല സ്വീകരണമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എടയൂർ പഞ്ചായത്തിലെ പഴയ 14 പകുതിയും 15 പകുതിയും കൂടി എടുത്തിട്ടാണ് 16 വാർഡ് ഇപ്പോൾ ഉള്ളത്. അത് രണ്ടും കഴിഞ്ഞ പ്രാവശ്യം UDFൻ്റെ വാർഡുകളാണ്. പക്ഷേ എനിക്ക് നല്ല ചിലയിടത്തുനിന്ന് മുഴുവൻ നല്ലൊരു സ്വീകരണമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയൊരു മാറ്റങ്ങളാണ് ഈ ഒരു 16 വാർഡിൽ? ഇപ്പോൾ ടീച്ചർ ജനവിധി തേടി നമുക്ക് ജയിച്ചു വന്നാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക എന്നാണ്? അവിടെ ഇപ്പോൾ ഒന്നാമത് ശരിക്കും ഒരു ഭാഗം തന്നെ വോട്ട് ബഹിഷ്കരണം എന്നും പറഞ്ഞ് ആദ്യം തന്നെ ബോർഡ് വെച്ച ഒരു ഭാഗമാണ്. കാരണം റോഡ് എന്ന് പറഞ്ഞത് മൂന്നാക്കപ്പള്ളി ആയിട്ട് മാവണ്ടിയൂരിനെയും മൂന്നാക്കപ്പള്ളിയും കൂടിയും ഒന്നിപ്പിച്ച് പോകാൻ പറ്റുന്ന ഒരു റോഡുണ്ട്. പക്ഷേ അതാകെ ശോചനീയാവസ്ഥയിലാണ് കിടക്കുന്നത്. പകുതിയോളം പടച്ച് ഇട്ട പോലെ എന്നല്ലാതെ രാജീവ് മാഷ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് നല്ലൊരു പാലും കാര്യങ്ങളൊക്കെ കൊടുന്ന് പാടത്തു കൂടെയുള്ള റോഡാണ്. പക്ഷേ അത് അതേപടി 5 വർഷം ഒന്നുപോലും തൊടാതെ അതേപടി കിടക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ അവിടെ പ്രദേശവാസികൾ ഒന്നിച്ച് വോട്ട് ബഹിഷ്കരിച്ച് ബോർഡൊക്കെ വെച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരെല്ലാവരും വോട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, കൂടെ ഉണ്ടാവാം എന്നുള്ളൊരു വാക്ക് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ മുഖ്യമായിട്ടുള്ളത് ആ ഒരു പ്രദേശത്തെ റോഡ് തന്നെയാണ്.
അപ്പോൾ മാഷ് ബ്ലോക്കിലേക്കും അതുപോലെ തന്നെ ടീച്ചർ 16-ാം വാർഡ് എടയൂർ പഞ്ചായത്തിലും. അപ്പോൾ എന്താണ് ഇനി ജനങ്ങളോട് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം. അത് സ്ഥിരമായ ജയിക്കുന്ന വാർഡോ അല്ലെങ്കിൽ ഡിവിഷനോ അല്ല ഞങ്ങൾ മത്സരിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജനങ്ങളിലുള്ള വിശ്വാസം, ജനങ്ങളിലുള്ള ആ പ്രതീക്ഷ, അതായത് പിണറായി സർക്കാർ 2 ടേമുകളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ വികസനപരമായ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ത്രിതല പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രകടന പത്രിക, ഈ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ആ ആത്മവിശ്വാസവും ഈ ഘടകങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചിട്ടുള്ളത്. ജനങ്ങളിൽ നല്ല പ്രതീക്ഷയുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ജനങ്ങൾ കൂടെയുണ്ടാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയുണ്ട്. വിജയിക്കും എന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് ജനങ്ങളോട്? ഈ 5 വർഷം എന്നെ ജയിപ്പിച്ച് തരികയാണെങ്കിൽ അവരുടെ കൂടെ ഒപ്പം ഉണ്ടാവും എന്നുള്ള വാക്കാണ് കൊടുക്കാനുള്ളത്. എല്ലാത്തിലും അതെന്ന് പറഞ്ഞാൽ ഒരു 15 വർഷം മുന്നേ അവിടുത്തെ ഒരു വാർഡ് മെമ്പറായിരുന്നു ഇതിൻ്റെ പകുതി ഭാഗത്തെ. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങളും ബാക്കിയുള്ളവരോടും കൂടി അത് പറയുന്നു. 5 വർഷം അവരുടെ ഇടയിൽ അവരുടെ ഒപ്പം ഞാനുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും നിള 24 ലൈവിൻ്റെ വിജയാശംസകൾ നേരെയാണ്. എല്ലാവിധ ഭാവുകങ്ങളും. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.